സത്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ജാനകിയോട് അനാമിക അടുക്കളയിൽ നിന്നുകൊണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാണ് കേട്ടോ. അവള് പറയാണ്, അമ്മേ ഇനിയിപ്പം നയന ഇങ്ങോട്ടേക്ക് വന്നാലും അവളെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കരുത്. എങ്ങനെയെങ്കിലും ദേവേരി വല്യമ്മയോട് പറഞ്ഞ് അവളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം എന്നൊക്കെ പറയാണ്. അത് പിന്നെ മോള് പറയണ്ടോ, നമ്മളൊന്നും ചെയ്യണ്ട, ചേച്ചി തന്നെ അവളെ അടിച്ചു പുറത്താക്കിക്കോളും. അത്രയ്ക്ക് പകയാ ചേച്ചിയുടെ മനസ്സിൽ. നമ്മളും അത് ഊട്ടിയോട് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി വരുമ്പം അവളെ ഒരു കാരണവശാലും ചേച്ചി സ്വീകരിക്കാൻ പോകുന്നില്ല. മോളൊന്നും ഓർത്ത് പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അവള് പറയാണ്, എനിക്ക് പേടിയാമേ, അവള് വീണ്ടും വന്നാല് പാല് വിഷം ചേർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ അപകടപ്പെടുത്തും. അച്ഛനും അമ്മയ്ക്കും എല്ലാം പേടിയാ ഇവിടെ നിർത്താൻ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടിട്ട് പുറത്ത് നിൽക്കായിരിക്കും മുത്തശ്ശൻ കയറുന്നിട്ട് പറയാണ്, അങ്ങനെ പേടിച്ച് നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ചോദിക്കാണ്, എന്താ അച്ഛാ ഇങ്ങനെ പറയുന്നേ? കുട്ടി അവളുടെ കാര്യമല്ലേ പറയുന്നേ? അവളുടെ കാര്യമാണോ പറഞ്ഞത്? ഞാൻ കേട്ടോണ്ടാ വന്നേ. നായനയോട് വരുമ്പോഴേക്കും അവളെ അടിച്ച് പുറത്താക്കണമല്ലേ? നിന്റെയൊക്കെ പ്ലാനിങ് കൊള്ളാം എന്ന് പറയാണ്. ജാനകി പറയാണ്, അല്ല ഞങ്ങള് പറഞ്ഞാല് എന്താ ആച്ച തെറ്റുള്ളത്? അവളല്ലേ പാല് വിഷം ചേർത്തത്? മുത്തശ്ശൻ ചോദിക്കാണ്, അല്ല ജാനകി നീ അത് കണ്ടിരുന്നോ? നയനമോൾ അങ്ങനെ ചെയ്തത് നീ കണ്ടോ? പിന്നെ അച്ഛാ ഇവിടെ വേറെ ആരാ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്? അവളല്ലേ ചെയ്യുള്ളൂ. ഓഹോ, അപ്പൊ നിനക്ക് ഉറപ്പല്ലേ അവളാ ചെയ്തേന്ന്? ഒരു തെളിവും ഇല്ലാതെ അങ്ങനെ അവളെ കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീയൊക്കെ ചെയ്താലും നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ഇമ്മാതിരി ചിന്തകൾ കൊണ്ടാണ് നിൽക്കാൻ നിന്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ അനാമിക. ഇത് എന്റെ വീടാ, ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞനുസരിച്ചേ പറ്റുള്ളൂ. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേണം ഇവിടെ ജീവിക്കാൻ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, എന്നെ ഉപദേശിക്കാൻ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടേന്ന്. ഞാനേ ഒരു പെണ്ണാ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പെണ്ണ്. അതുകൊണ്ട് എന്നും ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. പണ്ട് കാലത്താ അമ്മായച്ചനെയും അമ്മായിമ്മയുടെയും അവരുടെ വീട്ടുകാരുടെയൊക്കെ ചോൽപ്പിടിക്ക് നിൽക്കേണ്ട അവസ്ഥ. ഇപ്പൊ ഒരു പെൺകുട്ടിക്കും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. ഇത് കേട്ട് മുത്തശ്ശനൊന്നും മിണ്ടാ നിൽക്കുമ്പോഴേക്കും ജാനകി പറയാണ്, മോളെ എന്തൊക്കെ പറയുന്നേ? അച്ഛൻ നേരെ അങ്ങനൊന്നും സംസാരിക്കരുതേ. പിന്നെ അമ്മ എന്തൊക്കെ പറയുന്നേ? അമ്മ എന്നെ കേട്ടു നോക്കേ. എന്നെ ഭരിക്കാനൊന്നും ആരും വരണ്ട. എന്റെ അച്ഛൻ അമ്മയും പോലും ഇന്ന് വരെ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, നീ ആരുടെ കയർക്കുന്നത്? ഇതാരാന്നറിയാവോ? ഇദ്ദേഹമാണ് ഈ വീടിന്റെ നാഥൻ. അത് ഓർമ്മ വേണം. മക്കളും അമ്മായപ്പനൊക്കെ മരുമക്കളുടെ ചെയ്യാൻ പാടില്ല. അങ്ങനൊന്നും അവരുടെ ക്രൂരത കാണിക്കാനും പാടില്ല. പക്ഷെ അവരും അതുപോലെ നിൽക്കണം. അല്ല നിന്നെ പോലെ മറ്റുള്ളവരെ കൊല്ലാനും തരാനും മടിയില്ലാത്ത ഒരാളെ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ഈ സമയത്ത് ജാനകി പറയാണ്, മോളെ അനാമികെ, മുത്തശ്ശനോട് മാപ്പ് പറ. ഒരിക്കലും ഇവിടെ ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അനി എങ്ങനെ അറിഞ്ഞാ പിന്നെ ആകെപ്പാടെ പ്രശ്നം. മോള് മാപ്പ് പറയാന്ന് പറയുന്നുണ്ട്. ഇല്ലമ്മേ, ഞാൻ മാപ്പ് പറയില്ല. അങ്ങനെ പറയാൻ പാടിയുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അമ്മ അതും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ജാനകി എനിക്ക് പണ്ട് ഈ വീട്ടില് ഒരു വിലയുണ്ടായിരുന്നു. എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ മരുമക്കളും എല്ലാം എന്നെ അതുപോലെ കണ്ടിരുന്നേ. എന്നെ മാത്രമല്ല എന്റെ അച്ഛനെയും അവർ അച്ഛനെയും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ മൂർത്തി കുടുംബത്തില് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ അനന്തപുരി അങ്ങനെയാ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. പക്ഷെ നിന്റെ മരുമകൾ വന്ന ശേഷം അതിനൊക്കെ മാറ്റായി. നീ എപ്പോഴും പൊക്കി പറയല്ലോ നിന്റെ മരുമകളെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നയനെയും നവിയും ഇന്നേ വരെ എന്നോടോ മുത്തശ്ശിയോടോ എതിർത്ത് സംസാരിച്ച് നീ കണ്ടിട്ടുണ്ടോ? നിന്റെ മരുമകളാ അതും ചെയ്തത്. എന്നിട്ടും നീ അവളെ പൊക്കി പിടിച്ച് നടക്കാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളോട് മാപ്പൊന്നും പറയണ്ട, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷെ ഇനി ഇവിടുന്ന് ഒരു സ്വത്തോ ഒരു നയാ പൈസയോ നിന്റെ മരുമകൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവളോട് പൊക്കോളാൻ പറ. ഇത് എന്റെ വീടാ, ഇവിടെ ആർ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഉടനെ ജാനകി മുറിയിലേക്ക് പോയിട്ട് അനാമികയോട് ചോദിക്കാണ്, മോളെ എന്ത് പണിയാ കാണിച്ചത്? മുത്തശ്ശനോട് അങ്ങനെയൊക്കെ പറയാവോ? ഈ വീട്ടിൽ ആരും ഇന്നേ വരെ മുത്തശ്ശനോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും പറയാൻ പാടില്ല. അനന്തപുരിയില് പണ്ട് തൊട്ടുള്ളൊരു ആചാരം അത്. ഈ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പ്രായമായവരെ ആരും തീർച്ചയൊന്നും പറയാറില്ല. അവർ പറഞ്ഞാണ് അനുസരിക്കേണ്ടത്. മൂത്ത തലമുറ ആരാണോ അവരെയാണ് ബാക്കിയുള്ളവര് അവരുടെ പാതയാണ് സ്വീകരിക്കേണ്ടതെന്നൊക്കെ ജാനകി പറയുമ്പോൾ അനാമിക ചോദിക്കാണ്, അങ്ങനെ മൂത്ത പാരമ്പര്യമാണെന്നുണ്ടെങ്കിൽ ദേവ്യാന വിളിമ്പയ്ക്ക് ശേഷം നയനയാണോ അമ്മേ ഈ കുടുംബം നോക്കാൻ പോണേന്ന് ചോദിക്കാണ്. മോളെ അതൊരിക്കലും ഉണ്ടാവില്ല. മോക്കറിയാലോ ദേവ്യാന ചേച്ചിക്ക് അവളെ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ല. എന്റെ മോളുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഇതിന്റെ താക്കോല്. അതുകൊണ്ട് എന്റെ പൊന്നു മോളല്ലേ. എന്റെ മോള് പോയിട്ട് മുത്തശ്ശനോട് ക്ഷമ പറയാന്ന് പറയുന്നുണ്ട്. അമ്മേ, ക്ഷമ പറയാൻ പാടുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയത്തില്ല.
അപ്പോഴേക്കും ജാനകി പറയാണ്, മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോളുടെ ഈ വീട് വിട്ട് പൊയ്ക്കൊള്ളാന്, മോക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും തരില്ലെന്ന്, മോക്ക് ഈ സ്വത്തിന്റെ ഒരു പങ്ക് ലഭിക്കില്ല എന്ന് മുത്തശ്ശൻ പറയാൻ പറഞ്ഞു. കാരണം ഈ സ്വത്തുക്കൾ മൊത്തം ഇപ്പോഴും അവകാശി മുത്തശ്ശൻ തന്നെയാ, മുത്തശ്ശന്റെ പേരില എല്ലാ സ്വത്തുക്കളും, അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾക്ക് കൊച്ചുമകൾക്ക് അവകാശമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജാനകി പറയുമ്പോഴേക്കും അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മേ, ഞാൻ ആ ദേഷ്യത്തിന് അപ്പൊ അങ്ങനെ പറഞ്ഞു പോയതാ, ഇനിയിപ്പൊ എന്താ ചെയ്യാം, പെട്ടെന്ന് അലക്കുന്ന മനസ്സാ മുത്തശ്ശന്റെ, അതുകൊണ്ട് മോള് പോയി ക്ഷമ പറഞ്ഞാൽ മതി, മോള് കൊച്ചുകുട്ടിയല്ലേ, അതൊക്കെ മുത്തശ്ശൻ ക്ഷമിച്ചോളും എന്ന് പറയാണ്. ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നു കേട്ടോ. സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അനാമിക്ക് കുറച്ചൊന്ന് പേടിയാവുന്നത്. അങ്ങനെ അവള് നേരെ പോയിട്ട് മുത്തശ്ശന്റെ മുറിയിലേക്ക് പോവാണ്. മുത്തശ്ശ സോറി മുത്തശ്ശ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്തൊക്കെ പോലെ തോന്നി, ഞാൻ മാനസികമായിട്ട് വളരെ വിഷമിച്ച സമയമാണ്. അനിയാണെങ്കിൽ എന്നെ ഒന്ന് സ്നേഹിക്കുന്ന കൂടിയില്ല, എന്നോട് മിണ്ടുന്ന കൂടിയില്ല. പലപ്പോഴായിട്ടും നയനയുടെ വീട്ടിലേക്ക് അവൻ പോകുന്നത് ഞാൻ കണ്ടു. ആ നന്ദുവിനെ കാണാൻ അവൻ അങ്ങോട്ടേക്ക് പോണേ, ഹോസ്പിറ്റലിലും കുറെ തവണ നന്ദോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞതല്ലേ, വീണ്ടും അവരിങ്ങനെ ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരില്ലേ, ആ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു മനസ്സിൽ. അപ്പോഴാ മുത്തശ്ശൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയാ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ പകയെന്ന് വെച്ചായിരുന്നു ആളൊന്നുമല്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പിന്നെ അടിയിട്ടായിരുന്നത് മോള് കൊച്ചു മരുമകളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇദ്ദേഹത്തിന് നേരം സംസാരിക്കാൻ ഈ വീട്ടിൽ ആർക്കും ധൈര്യമില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, സാരമില്ല മോളെ, അതൊക്കെ ഇദ്ദേഹം ക്ഷമിച്ചോളും. പിന്നെ മോള് പറഞ്ഞല്ലോ അനി ഇപ്പോഴും നന്ദുവിനെ പുറകെ നടക്കുകയാണെന്ന്, അതിന്റെ കാരണം എന്താ, മോക്ക് അവനെ സ്നേഹിച്ച് വശത്താക്കാൻ സാധിക്കുന്നില്ലെന്നല്ലേ അതിനർത്ഥം. സ്നേഹം കൊണ്ട് ഏതൊരു പുരുഷനെയും ഒരു ഭാര്യയ്ക്ക് ഒരു സ്ത്രീക്ക് വശത്താക്കാൻ സാധിക്കും. മോളും അതൊന്ന് ശ്രമിച്ചു നോക്ക്, തീർച്ചയായും നടക്കും. അല്ലാതെ മോള് ദേഷ്യപ്പെട്ടും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി പുറകെ നടന്നാലേ ഒരിക്കലും അനി മോളെ സ്നേഹിക്കാൻ പോണില്ല. അതുകൊണ്ട് തന്നെ എന്റെ മോള് അനിയനെ മനസ്സുകൊണ്ട് സ്നേഹിക്ക്, അവനെ ആത്മാർത്ഥത്തോടെ സ്നേഹിച്ച് അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്ക്. അങ്ങനെ അവന്റെ മനസ്സ് മോക്ക് മേടിച്ചെടുക്കാൻ സാധിക്കും. പിന്നീട് ഒരിക്കലും ആരും എന്നാലും ആ മനസ്സിൽ നിന്ന് മോളെ പുറത്തേക്ക് പോവില്ല എന്ന് മുത്തശ്ശി പറയാണ്. അനാമിക പറയുന്നുണ്ട്, ശരി മുത്തശ്ശി ഞാനത് ചെയ്തതാണെന്ന് പറയാണ്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റുണ്ടാവില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി പോയിട്ട് പറഞ്ഞു കാണും സ്വത്തിനൊരു വീതം പോലും ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ കാര്യം, അതുകൊണ്ടായിരിക്കും അവളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, പ്രായത്തിന്റെ എടുത്തിയാട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ആള് പറയോ. മുത്തശ്ശൻ പറയാണ്, പ്രായത്തിന്റെ ഒന്നുമല്ല, അവളുടെ അച്ഛനും അമ്മേനെ വളർത്തോഷം, അതുകൊണ്ട് തന്നെയാ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയാണ്, എന്തായാലും കൊള്ളാം, നയനമൾ ഇവിടുന്ന് പോയാൽ പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാം. ഇനി ദേവയാനി വന്നിട്ട് അവളും വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അവളാണ് കരള് നൽകിയെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷെ ദേവിയാനി അവളെ സ്വീകരിച്ചേനെ. ഇതിപ്പം ആരും പറയണമെന്നല്ലേ പറഞ്ഞേക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് പറയുന്നുണ്ട്.